ഭൂമി കയ്യേറ്റം എന്ന ഒരൊറ്റ ടാസ്ക് ആ ഒരു ടാസ്ക് കഴിഞ്ഞില്ല. അത് പകുതിയായപ്പോഴേക്കും ബിഗ് ബോസ് നിർത്തിവെച്ചു. പക്ഷേ സകല ആൾക്കാരും ഷെഡിൽ കയറിയിരിക്കുകയാണ്. ഈ ടാസ്കിനിടയിൽ സംഭവിച്ച കാര്യം അടി ഇടി പിച്ച് മാന്ത് തുപ്പ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. വിളിക്കാവുന്നതിൻ്റെ മാക്സിമം തെറിയും വിളിച്ചു. അങ്ങനെ ഭയങ്കര വയലൻസ് ആയിരുന്നു ടാസ്കിൽ കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പലരും മെഡിക്കൽ റൂമിലേക്ക് പോയിരിക്കുന്നു. കൺഫഷൻ റൂമിൽ ചില ആൾക്കാർ പോയിരിക്കുന്നു. ബിഗ് ബോസ് നിർത്താതെ അവസാന സമയമായപ്പോഴേക്കും ബസർ ശബ്ദം അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ഒരു പരിക്കുമില്ല. അയാൾ കാണിയായിരുന്നു. അവിടെ കളി കാണാൻ പോയ ആളാണ് രേണുസുതി ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും കൃത്യമായിട്ട് ആ ടാസ്കിൽ ഇടപെട്ടിട്ടുണ്ട്. ടാസ്ക് ഭൂമി കയ്യേറ്റമാണ്. ഭൂമി കയ്യേറുക, അതിനകത്ത് കൊടി കുത്തുക. രണ്ട് ടീമിനും രണ്ട് കളറിലുള്ള കൊടികൾ നൽകിയിട്ടുണ്ട്. ഈ കൊടി കൊണ്ടുവന്ന് കുത്തുക എന്നുള്ളതാണ്. ഗാർഡൻ ഏരിയയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ടാർപോളിനൊക്കെ വിരിച്ച് അതിനകത്ത് കുറേയേറെ മണ്ണ് വാരിയിട്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഭൂമി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് കൊടി കുത്തേണ്ടത്. ഒരു ടീം കൊടി കുത്തുമ്പോൾ മറു ടീമിന് അത് പറിച്ചു ദൂരെ കളയാം, അല്ലെങ്കിൽ നശിപ്പിക്കാം. പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ടീം അംഗങ്ങൾ ഒരു ടീമിൽ വന്നിരിക്കുന്നത് അക്ബർ, ആര്യൻ, അനീഷ്, ആദില, സരിക, നെവിൻ, രണ ഫാത്തിമ, അനുമോൾ തുടങ്ങിയവരാണ്. അടുത്ത ടീമിലേക്ക് വരുമ്പോൾ ഒനിൽ, സാബു, ഷാനവാസ്, അപ്പാനി, ശരത്ത്, ശൈത്യ, നൂറ, രേണുസുതി, ശാരിക തുടങ്ങിയവർ. മത്സരം തുടങ്ങി നിമിഷ നേരം കൊണ്ട് അതൊരു കുരുതിക്കളമായി മാറുകയാണ്. പൊതുവെ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയൊക്കെ ഉണ്ട്. അതിന്റെ കലിപ്പൊക്കെ തീർക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് മാക്സിമം ഇതുങ്ങളെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒന്നാന്തരം അടി അടിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒത്തിരി തവണ വാൺ ചെയ്യുന്നുണ്ട്. കായികമായിട്ട് ആക്രമിക്കുവാൻ പാടില്ല, നിങ്ങൾ ഗെയിമിനെ ശ്രദ്ധിക്കണം. ആര് കേൾക്കാനാണ്? ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റുകൾക്കൊന്നും യാതൊരു വിലയുമില്ല. ഒടുവിൽ ബിഗ് ബോസ് ഗെയിം നിർത്തിവെച്ചു. ഗെയിം നിർത്തിവെച്ചതായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടും പിന്നെയും 10 മിനിറ്റിനടുത്ത് അവിടെ വീണ്ടും മരണപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഉണ്ടപ്പിടുത്തം, അടി, ബഹളം ഒക്കെ നടക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞു മടുത്തു. ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുവാൻ പറഞ്ഞിട്ടൊന്നും ആരും അത് കേൾക്കുന്നില്ല. മൈക്ക് ഊരി മാറ്റാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ഡോക്ടറെ കാണണം, അത്യാവശ്യമായി കൺഫഷൻ റൂമിലേക്ക് വരണം, ഇത് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. എല്ലാവരും ഗെയിമിന്റെ സ്പിരിറ്റിൽ തന്നെയാണ്. നല്ല ഒന്നാന്തരം പണിയാണ് ഓരോരുത്തരും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഫിസിക്കൽ ഗെയിം ആയതുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാം കൂടെ കിടന്ന് ഉണ്ടപ്പിടുത്തമാണ്. ഒരാളിന്റെ മുകളിൽ 5-6 പേരാണ് കിടക്കുന്നത്. അവരെ അവിടുന്ന് പിടിച്ചു മാറ്റി തന്റെ സ്വന്തം ടീമിനെ രക്ഷിക്കുവാൻ വേണ്ടി വരുന്ന ആൾക്കാർ വളരെ ക്രൂരമായിട്ടാണ് ഈ മുകളിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് എറിയുകയാണ് ദൂരോട്ട്. എന്തായാലും ടാസ്ക് ഇടയിൽ വെച്ച് നിർത്തിവെച്ചു. എല്ലാ ആൾക്കാരും ക്ഷീണിച്ചു. പലർക്കും കാര്യമായിട്ടുള്ള മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ലിവിംഗ് സ്പേസിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരാൾ മാത്രം ശരീരത്തിൽ ഒരു തുള്ളി മണ്ണും പറ്റാതെ വളരെ സന്തോഷത്തോടു കൂടി റഫറി കണക്ക് നിന്നിട്ട് ലിവിംഗ് ഏരിയയിൽ വന്നിട്ട് ഇന്നതൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ്. മറ്റാർക്കും ഒന്നും തന്നെ അറിയില്ല എന്തൊക്കെയായിരുന്നു അവിടെ നടന്നതെന്ന്. കാരണം അവരൊക്കെ ഗെയിമിലാണ്. ഒരാൾ മാത്രമാണ് ഗെയിം വിലയിരുത്തുവാൻ വേണ്ടി നോക്കി നിന്നത്. അതെ, രേണുസുതി. ഒരു തരി മണ്ണ് പറ്റിയിട്ടില്ല. എവിടെയും വസ്ത്രത്തിൽ ഒരു ചുളുക്കം വീണിട്ടില്ല. ഫുൾ ടൈം ലൈവായിട്ട് ആ കളി നോക്കി കാണുകയായിരുന്നു. ഇങ്ങനെയൊന്നും പറയുന്നത് രേണുസുതിയുടെ ആരാധകർക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തനിക്കെന്താ സൂക്കേട്, അവരവിടെ എന്തും ചെയ്യട്ടെ, അല്ലെങ്കിൽ താൻ അങ്ങോട്ട് ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ കമന്റ് ബോക്സിൽ വന്ന് മറിയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട്. ഞാനൊരു ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. രേണുസുതിയെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധികയായ രേണുസുതിയെ പോലെയുള്ള 20 കണ്ടസ്റ്റൻസിനെ ആയിരുന്നു ഇക്കുറി ബിഗ് ബോസ് മലയാളം സീസൺ 7 അയച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഷോ കാണുവാൻ നിൽക്കുമായിരുന്നോ? അങ്ങനെ ഒരു ഷോയെ ചരിത്രത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഷോയായിട്ട് പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ മുൻപിൽ ഇരുന്നുകൊണ്ട് ബോറടിച്ച് നമ്മൾ പണ്ടാരമടങ്ങി പോകുമായിരുന്നു. കാരണം വെറുതെ ഇരിക്കുവാനുള്ള ആൾക്കാർക്ക് പറ്റുന്ന സ്ഥലമല്ലല്ലോ ബിഗ് ബോസ് എന്നുള്ളത്. എന്തായാലും കയറിപ്പറ്റി. ഇനിയിപ്പോൾ സഹിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. എന്തായാലും കുറേ സമയം ടാസ്ക് നിർത്തിവെച്ചു. അതിനുശേഷം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു. എത്രത്തോളം ഫ്ലാഗുകൾ രണ്ട് ടീമുകളും ആ മണ്ണിൽ കുത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളത് പോയി എണ്ണി നോക്കാൻ. ജിസയിലും നിവിനും കൂടിയാണ് അത് എണ്ണി നോക്കുവാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് അനീഷ്, ആര്യൻ, അക്ബർ തുടങ്ങിയവർ പ്രതിനിധീകരിച്ച ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. 158 ഫ്ലാഗുകളാണ് അവർക്ക് കുത്തുവാൻ കഴിഞ്ഞത്. എന്നാൽ മറുവശത്ത് ജിസയിൽ പ്രതിനിധാനം ചെയ്ത ടീമിന് 137 ഫ്ലാഗുകൾ മാത്രമേ കുത്തുവാൻ കഴിഞ്ഞുള്ളൂ.